ചീരകൃഷിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ ഇത്രയും ലാഭകരമായ ഒരു കൃഷി വേറെ പച്ചക്കറി കൃഷിയിൽ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ കാരണം മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇതിന് അസുഖം വരുന്നത്. അല്ലാതെ ഈ ചൂടുള്ള സമയത്തൊന്നും ഇതിന് അന്നാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് ആകെ ചിലവെന്ന് പറയുന്നത് ചെറിയ വളം മതി, വളപ്രയോഗം മതി. ഇതിന് കീടനാശിനികളൊന്നും അടിക്കണ്ട, രാസവളം ഒന്നും ഇടണ്ട. കോഴിവളം, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി. ഇതിനധികം വളം വേണ്ടുന്ന ഒരു കൃഷി അല്ല ചീര. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ലാഭകരമായ ഒരു കൃഷി പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു 25-30 ദിവസം ആകുമ്പോഴത്തേക്കിന് നമുക്ക് ആദായം കിട്ടാൻ തുടങ്ങും. കൈ നിറച്ചും പൈസ കിട്ടും. കൈ നിറച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനൊരു 15 ദിവസം ഈ വ്ളാത്താങ്കര കണ്ടിക്കാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. അതിനു മുമ്പേ 2 മാസം അരുണ് ഞാൻ കട്ട് ചെയ്ത് അവിടെ 1-2 കടയിൽ കൊണ്ട് കൊടുക്കും. നമ്മുടെ സ്ഥിരം കടകളുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാണ്. കാരണം ഞാൻ ജൈവ രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ വരും ആൾക്കാർ ഇത് വാങ്ങാൻ കൊണ്ട്. ഇവിടെ വരുന്നവർക്ക് ഞാൻ കൊടുക്കും, അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ചീരകൃഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 50 വർഷം കൊണ്ടുള്ള ഇത് ഞാൻ നിർത്താത്ത ഒരു കൃഷി ഈ ചീരകൃഷിയാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ചീരകൃഷിയാണ്. ഇത് ചെയ്യാൻ സമയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ലാഭകരമായ ഒരു സ്ഥലവും സമയവും ഉള്ള ഒരാളാണെങ്കിൽ ചീരകൃഷി കൊണ്ട് ഭയങ്കരമായിട്ടും പൈസ ഉണ്ടാക്കാം. നല്ല ലാഭമുള്ള ഒരു കൃഷിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചീരകൃഷിയിലാണോ? ചീരകൃഷിയില. ഇതേതാ ചീര? ഭയങ്കര ചൂട. ഇത് വ്ളാത്താങ്കര. വ്ളാത്താങ്കര അല്ലേ? നല്ല ചുമന്ന ചീര അല്ലേ? നല്ല ചുവപ്പാ. ഇത് ശകലം ചുവപ്പ് കുറവുണ്ട്. ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം. തണലുള്ളതുണ്ടോ? തണലുണ്ട്. ഇതെന്തോ ഇത് തറയിൽ നടാതെ ഇങ്ങനെ ബോക്സുകളിൽ ചെയ്തേക്കണേ? ബോക്സുകളിലെന്ന് പറയുമ്പോൾ നമുക്ക് ചെലവ് കുറവാണ്. നമ്മൾ ഇടുന്ന വളം ഇതിനല്ലാതെ വേറെ ഒന്നിനും കിട്ടത്തില്ല. ഇതിൽ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് വളമൊക്കെ കുറച്ച് മതി. എന്നിട്ട് ഇതിനകത്ത് അടിയിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ കരിയില, ചീക്കുപൊടി. ഈ ഒരു ബോക്സ് ഇടുന്ന കോഴിവളം. ഇത് ബോക്സ് ഈ മീൻകാര് എടുത്ത് കളയുന്നത് അവര് ആവശ്യം കഴിയുമ്പോൾ. അത് ഇതാണ്ട് ഒരു 50-60 എണ്ണം എനിക്കിപ്പോ ഉണ്ട്. ഞാൻ പോയി ഒരിടത്തു നിന്ന് പിന്നെ ഒരു 8 എണ്ണം കൊണ്ടുവന്നു. ഇനി അവിടെ തന്നെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ പോയി കൊണ്ടുവന്ന. ഈ ബോക്സിനകത്ത് എന്തോ ചെയ്യുന്നത്? എങ്ങനെ അതിന്റെ സെറ്റിംഗ്? ബോക്സിനകത്ത് പറഞ്ഞാൽ ആദ്യം അവിടെ നിറയ്ക്കുവാണെങ്കിൽ പിന്നെ ഈ വാഴയുടെ പിണ്ടിയെല്ലാം ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തങ്ങ് ഇടും. ഇട്ടിട്ട് അതിന്റെ മേളിൽ കുറെ കരിയില ഇടും. കരിയില ഇട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ കുറച്ച് കോഴിവളം ഭാര്യ ഇടും. ഇട്ടിട്ട് അതിന്റെ മേളിൽ ഒരു ലെയർ മണ്ണിടും. മണ്ണിട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മണ്ണുമായിട്ടൊന്ന് ഇതാക്കിയിട്ട് സ്യൂഡോമോണസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ടാണ് ഈ തൈ നടുന്നത്. പിന്നെ അരി പാകുകയാണെങ്കിലും ഏറ്റവും അടിയിൽ ആയിരിക്കും കോഴിവളം. അത് ഈ മേളി വേണ്ട, ആദ്യം വേണ്ട. ഇത് വളർന്നു വരുംതോറും മതി, അവര് താഴെ ചെന്ന് പിടിച്ചോളും അതിന്റെ വളം. മേളിലായി കഴിയുമ്പം ഈ ഇടുന്നതിന് ഭയങ്കര ചൂടാണ് ഈ കോഴിവളം എന്ന് പറയുന്നത്. അതിനാണ് കോഴിവളം അടിക്കങ്ങ് ഇടത്തേ ഉള്ളൂ. അത് ആ ചീരയ്ക്കും എല്ലാം അത് തന്നെ. അഥവാ നമ്മളിപ്പോ പകല് പൊടിഞ്ഞത് ഇടുകയാണെങ്കിൽ ഉടൻ തന്നെ വെള്ളം ശരിക്കും ഒഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളെ വ്ളാത്താങ്കരയുണ്ട്, പിന്നെ അരുണുണ്ടായിരുന്നു, അതിപ്പോ കണ്ടിച്ച് കഴിഞ്ഞു. ഇപ്പോഴുണ്ട്. പിന്നെ സുന്ദരി ചീരയുണ്ട്, പാൽച്ചീരയുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പഴയ നാടൻ കറുത്ത ചീര തന്നിട്ടുണ്ട്. അത് അവിടെ നിൽപ്പുണ്ട്, ഞാൻ സാറിനെ കാണിക്കാം. അങ്ങനെ ഒരു 7-8 സൈസ് ചീര ഇപ്പൊ ഉണ്ട്. 7 സൈസ് ചീര നമ്മുടെ വയലിൽ നിപ്പില്ലേ? അതുകൊണ്ട് വയലിൽ നിപ്പുണ്ട്. ഇപ്പൊ ഞാനൊരു 3 മാസം കൊണ്ട് കണ്ടിന്യൂ ഡെയിലി പറിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ത കൊടുക്കുന്നുണ്ടോ? കടകളിൽ 1-2 കടയുണ്ട്, നമ്മുടെ സ്ഥിരം കട. അവിടെ കൊണ്ട് കൊടുക്കും. ഈ ചീരകൃഷി ലാഭകരമാണോ? അതോ? ഭയങ്കര ലാഭം. പക്ഷെ അതുപോലെ ജോലിയാ. എന്തോ ജോലി എന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ ഈ മഴയില്ലാത്ത സമയത്ത് ഉണക്കിന് ഡെയിലി വെള്ളം കോരി പറ്റും. ഞാനാണെങ്കിൽ ഇവിടുന്ന് ഓസ് ഇട്ടിട്ടാണ് അവിടെ അറ്റം വരെ കൊണ്ടുപോയി മൊത്തം അടിക്കാനെ കൊണ്ടുള്ള ഓസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് പിടിച്ച് ഒരു 3 മണിക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയാൽ ഒരു
6 മണി വരെയും. മഴയാണെങ്കിൽ കുഴപ്പമില്ല. മഴയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മഴയാവുമ്പോൾ ഈ ചീര കൃഷി പറ്റത്തില്ല. ഓ അത് ശരി. ഇത് ഉണക്കത്തിൽ ഇതേ പിടിക്കുന്ന ഒരു സംഭവം അല്ലേ? ആന്ന് ഉണക്കിനൊരു 3-4 മാസം ശരിക്കും. അതുപോലെ തന്നെ വേറൊരു ഗുണം ഈ വ്ളാത്താങ്കരയ്ക്കുണ്ട്. മറ്റ് ചീരയുടെ കൂട്ട് പുള്ളി പിടിക്കത്തില്ല അങ്ങനെ പെട്ടെന്ന്. ഈ കീടക ശല്യം ഉണ്ടാവും. കീടശല്യം ഒരുപാട് കുറവാണ്. അങ്ങ് അടപിടിച്ച മഴയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന് പുള്ളി വരുന്നത്. ഓ അത് ശരിയാ. ഇല്ലെങ്കിൽ പുള്ളി രോഗം ഇതിന് കുറവാണ്. പുള്ളി രോഗം കുറവാണ്. അതുപോലെ തന്നെ പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത്. കർഷകന് ഏറ്റവും ലാഭകരമായ സംഭവം. ഏറ്റവും ലാഭകരമായ സംഭവം ഈ എന്റെ അനുഭവത്തിൽ പിഴുന്നതിനെക്കാട്ടിൽ ലാഭകരം കണ്ടിച്ച് കൊടുക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വ്ളാത്താങ്കര. എന്നിട്ട് ഇത് അരിയാണെങ്കിൽ പിന്നെ ഇവിടെ പന്നിക്കാവിലൊരു കടയുണ്ട് നമുക്ക് വിത്തുകളൊക്കെ കിട്ടുന്നത്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കേരളത്തിൽ ഇവിടെ ഉള്ള കൊല്ലം പണിക്കാവ് അവിടെ പുള്ളിയുടെ നമ്പരും എല്ലാം എൻ്റെ ഉണ്ട്. അപ്പം ഏതെങ്കിലും അരി ഇല്ലെന്നുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ ഒരു ഓൺലൈനിൽ വരുത്തും. അങ്ങനെ ഈ പാൽ ചീര, സുന്ദരി ചീര, ഈ വ്ളാത്താങ്കര എല്ലാ ചീരകളും അവിടെ അരി വാങ്ങിക്കുന്നേ. ഇതെല്ലാം ഞാൻ ഇപ്പൊ അവിടെ നിന്നാണ് മേടിച്ചത്. ഇപ്പം പക്ഷേ എല്ലാം ഞാൻ വിത്തിന് എല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വിത്ത് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുണ്ടോ? അങ്ങനെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വേണ്ടുന്നവർക്കുണ്ടെങ്കിൽ ആ പത്മാവതി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ആ സൈഡിനോട്ട് മാറി ഒരു വളക്കടയുണ്ട്. വളക്കട വിത്തുകൾ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യമല്ല. ഇപ്പം ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ സാധാരണ വിത്തുകളൊന്നും അങ്ങനെ വിൽക്കാറില്ല. പിന്നെ കൊടുക്കുന്നത് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. വെറുതെ മേടിച്ചു കൊണ്ടുവന്ന് വെക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല. കാരണം നമുക്കറിയാം കൃഷി ചെയ്യുന്നവരെയും അല്ലാത്തവരെയും. ഇപ്രാവശ്യം ആ ചോളം, ചുമന്ന ചോളം ഒരു 100 എണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തതാണല്ലോ. ആ വീഡിയോ ചെയ്താണ്. ഒരു 100 എണ്ണം ഉണ്ടായിരുന്നു, വലിയ ചോളം. അത് മൊത്തവും അന്ന് തൊട്ട് ഫ്രീ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും നടാൻ. അങ്ങനെ ഇപ്പൊ അത് ഒരുപാട് പേർക്കായിട്ടുണ്ട്. ഇപ്പോഴും ഞാനൊരു 500 മൂടോളം ഇപ്പം ഞാൻ നട്ടു. അതിൻ്റെ കൂടെ മഞ്ഞ നട്ടു. ഈ ചീര കട്ട് ചെയ്യുന്ന പിഴുത് കൊടുക്കുന്നത് ഒത്തിരി പേര് പിഴുത് കഴുകി കൊടുക്കുന്നതാണ്. പിഴുത് കരുതി കൊടുത്താൽ ഇതിപ്പം പിഴ ഈ ഒറ്റ ട്രിപ്പേ ഉള്ളൂ. പിന്നെ പിഴുതാൽ അതേസമയം ഞാൻ ഇവിടെ വെച്ചാ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്താൽ എത്ര വട്ടം ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിന് അടിവശത്തുള്ള എത്തുകളെല്ലാം പെട്ടെന്ന് വളരും. വളർന്നിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഒരു 3-4 എത്ത് കാണും ഈ ഒരെണ്ണത്തെ. ഓക്കെ. പിഴുതാൽ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിന്റെ ഇരട്ടി അന്നേരം കിട്ടും. ഇരട്ടി നല്ല വളവും. കർഷകർ ഈ പിഴുത് കൊടുക്കുന്നത് വലിയ നഷ്ടമില്ലയോ? പിഴുത് കൊടുക്കുന്നത് നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് അടുക്കയാണ് പാകുന്നത്. നമ്മൾ പറിച്ചു നടുമ്പം ഇതുപോലെ അകലം ഇട്ടാണ്, ഗ്യാപ്പ് ഇട്ടാണ്. ഈ അടുക്ക പാകി പോകുമ്പോൾ അതിങ്ങി പിഴുവാണ് അവർ അടുപ്പിച്ച്. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവരാ പിഴുക അടുത്ത ദിവസം തന്നെ നില ഒരുക്കുക, എല്ലാം റെഡിയാക്കുക. ഒരാഴ്ചക്കകത്ത് അവർ അടുത്ത വിത്ത് പാകും. അപ്പൊ ഒരു അടുപ്പിച്ചവർക്ക് ഏണ്ടൊരു ഈ ഉണക്ക് സമയത്ത് ഒരു 4-5 കൃഷി അവർക്ക് ഈ 2-3 മാസം കൊണ്ട് അവർക്ക് ചെയ്യാം. ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീരകൃഷി കർഷകർക്ക് ഏറ്റവും ഗുണകരം, ഏറ്റവും ലാഭമുള്ളതും വലിയ മുടക്കില്ലാത്തതും, അതായത് ചെലവ് കുറവുള്ള ഒരു കൃഷിയാണ് ചീരകൃഷി. ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ എന്റെ കുഞ്ഞിലേ തൊട്ട്, അതായത് ഒരു 50 വർഷം കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷിയാണ് ഈ ചീരകൃഷി. അന്ന് തൊട്ടേ ഞാൻ ഈ ചീരകൃഷി ചെയ്യുന്നുണ്ട്.